എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വെബിനാറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനൂപ്, ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വെബിനാർ തുടങ്ങുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ട്രഡീഷണൽ മീഡിയയിലും തികച്ചും വ്യത്യസ്തമാണ്. പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ TV-യിൽ പരസ്യം കൊടുക്കുന്നത് പോലെയോ അല്ല സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ടഫാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ആൾക്കാർ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത്? ഒരിക്കലും നമ്മുടെ മാർക്കറ്റിംഗ് കണ്ടന്റുകൾ കാണുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ആഡുകൾ കാണുന്നതിനോ വേണ്ടിയല്ല. അവർ തീർച്ചയായും വരുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. അപ്പോൾ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കണ്ടന്റ് എന്താണ്? റീലുകളാണ് ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. എന്തുതരം റീലുകളാണ്? കോമഡി കലർന്ന റീലുകൾ, അല്ലെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഫുഡ് വ്ലോഗിങ് തുടങ്ങിയ റീലുകളാണ് ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്താണ് ട്രെൻഡിങ് അല്ലെങ്കിൽ എന്താണ് പോപ്പുലർ കണ്ടന്റ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇന്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടിയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലഭിക്കുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ്? ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും വ്യൂവർഷിപ്പ് ഉള്ള കണ്ടന്റുകൾ നമുക്ക് ലഭിക്കും. അതിൽ നിന്ന് എന്തുതരം കണ്ടന്റുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ള ഐഡിയ കിട്ടും. ആ പ്ലാറ്റ്ഫോമിന്റെ കൾച്ചർ നമുക്ക് മനസ്സിലാകും. ഇൻസ്റ്റഗ്രാമിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് കൂടുതലും 30 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരാണ്. എല്ലാവരും അല്ല, മെജോറിറ്റി അങ്ങനെയാണ്. ഇൻസ്റ്റഗ്രാം കൂടുതലും യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്കിന്റെ കൾച്ചർ അല്ല ഇൻസ്റ്റഗ്രാമിൻ്റെത്. ഫേസ്ബുക്കിൽ ന്യൂസുകൾക്ക് പ്രാധാന്യമുണ്ട്, ന്യൂസ് റിപ്പോർട്ടുകൾക്ക് പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ മറ്റ് എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് പ്രാധാന്യമുണ്ട്. തികച്ചും വ്യത്യസ്തമാണ്, ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെയല്ല ലിങ്ക്ഡിനിൽ ഒരാൾ എന്തിനാണ് വരുന്നത്? അവിടെ വരുന്നത് തീർച്ചയായും ജോബ് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ്. അവിടെ വരുന്ന മൂഡിലല്ല ഒരിക്കലും ഇൻസ്റ്റഗ്രാമിൽ വരുന്നത്. നമ്മളൊരു ജോളി മൈൻഡിലാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെ എൻഗേജ് ചെയ്യുന്ന കണ്ടന്റുകൾ കൊണ്ട് മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ആ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്ത് സക്സസ്ഫുൾ ആയി നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ആദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നീട് ചില കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിംഗ് ഫെയിലുവർ ആകുന്നതിനെ കുറിച്ചുള്ള ചില കോമൺ ആയിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്നാമത്തേത്, പുവർ ഓഡിയൻസ് ടാർഗറ്റിംഗ്. നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ കസ്റ്റമർ ആരാണെന്ന് കൃത്യമായ ധാരണയില്ലാത്തത്. അവരുടെ ഏജ്, അവരുടെ ജെൻഡർ, അവരുടെ ലൊക്കേഷൻ, അവരുടെ പ്രിഫറൻസ്, ഇതെല്ലാം മനസ്സിലാക്കാത്തത് നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഫെയിലിയർ ആകാൻ കാരണമാകുന്നുണ്ട്. പിന്നീട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നമുക്കൊരു കൃത്യമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണം. എങ്ങനെയാണ് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുമായിട്ട് ഒരു കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നത് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. A/B ടെസ്റ്റിംഗ്. നമ്മളൊരു ആഡ് റൺ ചെയ്യുന്നു, അത് വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നിൽ കൂടുതൽ ആടുകൾ റൺ ചെയ്യുക, A/B ടെസ്റ്റ് ചെയ്യുക, മികച്ച ആഡ് കണ്ടെത്തുക. മികച്ച ആടുകൾ കണ്ടെത്താനുള്ള ഒരു ടൂളാണ് A/B ടെസ്റ്റിംഗ്. അടുത്തത് അനലിറ്റിക്സ് ആൻഡ് ഡേറ്റ. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അനലിറ്റിക്സ് ആൻഡ് ഡേറ്റ. ഡേറ്റ വെച്ചിട്ട് നമുക്ക് എല്ലാ ഡേറ്റയും എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. നമ്മൾ ഓർഗാനിക് കണ്ടന്റ് റൺ ചെയ്താലും അല്ലെങ്കിൽ പെയ്ഡ് ആഡുകൾ റൺ ചെയ്താലും നമുക്ക് കൃത്യമായ ഡേറ്റ ലഭിക്കും. അതായത് എത്ര ഷെയർ ഉണ്ട്, എത്ര ലൈക്ക് ഉണ്ട്, എത്ര കമന്റ് ഉണ്ട്, നമ്മൾ പെയ്ഡ് ആഡുകൾ റൺ ചെയ്യുമ്പോൾ എത്ര മെസ്സേജ് ലഭിക്കുന്നു, എത്ര കൺവേർഷൻ ഉണ്ട്, അതുപോലെ എത്ര ലീഡ് ലഭിക്കുന്നു. ഇതിന്റെ എല്ലാം കൃത്യമായ ഡേറ്റയുണ്ട്. ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കുകയുള്ളൂ. ഡേറ്റ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കൃത്യമായ ഡേറ്റ എടുക്കണം, ഡേറ്റ പഠിക്കണം, അതിന്റെ അടിസ്ഥാനത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തണം. ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റിലൂടെ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് നെഗ്ലക്റ്റിംഗ് കോമ്പറ്റീറ്റർ അനാലിസിസ്. നമ്മുടെ കോമ്പറ്റീറ്റർ ആരാണ്, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാത്തത് നമ്മുടെ മാർക്കറ്റിംഗ് ഒരു ഫെയിലിയർ ആകാൻ കാരണമാകുന്നുണ്ട്. ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ 3 സക്സസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാർക്കറ്റിംഗിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച്, നമ്മുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില മാർക്കറ്റിംഗ് ടിപ്പുകളുണ്ട്, അതിനെക്കുറിച്ചും ഇന്ന് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ആരംഭിക്കുന്നവർക്കും, അഡ്വർടൈസ്മെന്റ് ചെയ്തു എന്നാൽ ഫെയിലിയർ ആയി അങ്ങനെയുള്ളവർക്കും, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അഡ്വർടൈസ്മെന്റ് ചെയ്താൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കും ഇന്നത്തെ വെബിനാർ ഉപയോഗപ്പെടും. മാർക്കറ്റിംഗ് ഫണൽ.
നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് മാർക്കറ്റിംഗ് ഫണൽ. മാർക്കറ്റിംഗ് ഫണൽ ഒരു സാങ്കല്പികമായ ഒരു ഫണലാണ്. ഇതിൽ നമ്മൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ആദ്യമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്നത് തികച്ചും അപരിചിതരായിട്ടുള്ള ആൾക്കാരെയാണ്. അവരെ നമുക്ക് കോൾഡ് ഓഡിയൻസ് എന്ന് വിളിക്കാം. അവർക്ക് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയില്ല, പ്രോഡക്റ്റിനെ കുറിച്ച് അറിയില്ല, നമ്മുടെ പ്രോഡക്റ്റിലോ ബ്രാൻഡിലോ ട്രസ്റ്റ് ഇല്ല, ഒരു ട്രസ്റ്റ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ പ്രോഡക്റ്റിനെയും ബ്രാൻഡിനെയും കുറിച്ച് അവരെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമുക്ക് എഡ്യൂക്കേഷണൽ കണ്ടന്റുകളാണ് ഈ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കണ്ടന്റുകളാണ്. നമ്മുടെ ബ്രാൻഡ് എങ്ങനെയാണ് മറ്റു ബ്രാൻഡുകളിൽ നിന്ന് യുണീക്ക് ആവുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നും നമ്മൾ കസ്റ്റമേഴ്സിനെ ധരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എൻഗേജിംഗ് ആയിട്ടുള്ള ആഡുകൾ, കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആഡുകൾ തുടങ്ങിയവയാണ് ടോപ്പ് ഓഫ് ദ ഫണലിൽ നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടത്. അടുത്തത് നമ്മൾ സെക്കൻഡ് ഘട്ടത്തിലേക്ക് മിഡിൽ ഓഫ് ദ ഫണലിൽ വന്നു. ഇവിടെ നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് നമ്മളെ അറിയാം, നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ഏകദേശം നമ്മുടെ പ്രോഡക്റ്റ് ബ്രാൻഡിനെ കുറിച്ച് അറിയാം. അങ്ങനെയുള്ള ആൾക്കാരാണ് വാം ഓഡിയൻസ്. കോഡ് ഓഡിയൻസ് കഴിഞ്ഞ് അടുത്തത് വാം ഓഡിയൻസ്. ഈ ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കണ്ടന്റുകൾ റിവ്യൂസ്, ടെസ്റ്റിമോണിയൽസ്, നമ്മുടെ പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ. ഈ ഘട്ടത്തിൽ നമുക്ക് വെബിനാറുകൾ നടത്താം, ഡെമോസ് കാണിക്കാം. കസ്റ്റമർ ടെസ്റ്റിമോണിയൽസും റിവ്യൂസും ഏറ്റവും പരമപ്രധാനമാണ്. എപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, നമ്മൾ തന്നെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, ആമസോൺ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് ലഭിച്ച റിവ്യൂസ് എത്രയാണെന്ന് പരിശോധിക്കാറുണ്ട്. നല്ല റിവ്യൂസ് ലഭിക്കുന്ന പ്രോഡക്റ്റുകളായിരിക്കും നമ്മൾ കൂടുതലായി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് സോഷ്യൽ പ്രൂഫ്. സോഷ്യൽ പ്രൂഫ് നമ്മൾ കൃത്യമായി നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കാണിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ ഒരു സെയിൽസ് നടക്കുകയുള്ളൂ. അവർക്ക് കൃത്യമായ പ്രൂഫ് ആവശ്യമാണ്. അവർ പരിശോധിക്കും, റിവ്യൂസ് നോക്കും. അപ്പോൾ കൃത്യമായി റിവ്യൂസ് ഉപയോഗിക്കുക, കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കണ്ടന്റുകൾ, അവരെങ്ങനെയാണ് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ള കണ്ടന്റുകൾ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാം. അത് മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കാം. ഇതെല്ലാമാണ് മിഡിൽ ഓഫ് ദ ഫണലിൽ വരുന്നത്. അങ്ങനെ നമ്മൾ രണ്ട് ഘട്ടം കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് മാർക്കറ്റിംഗ് ചെയ്തു വന്നപ്പോൾ കോൾഡ് ഓഡിയൻസിനെ ഫേസ് ചെയ്തു, അവരെ വാമപ്പ് ചെയ്യാനുള്ള കണ്ടന്റ് ഉപയോഗിച്ചു, കുറച്ച് വാം ഓഡിയൻസിന് ലഭിച്ചു. ഇനിയാണ് നമ്മുടെ ഹോട്ട് ഓഡിയൻസ്. അവരാണ് നമ്മുടെ റിയൽ കസ്റ്റമേഴ്സ്. അവരിലേക്കാണ് നമ്മളിങ്ങനെ അരിച്ചൊരു ഫണലിലൂടെ ഇറങ്ങി ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തുന്നത്. ഹോട്ട് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്നവർ, നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്തവർ, നമ്മളുടെ കണ്ടന്റുകൾ ആക്റ്റീവായിട്ട് കാണുന്നവർ, ഇവരൊക്കെയാണ് ഹോട്ട് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ കൺവേർഷൻ നടക്കാൻ അല്ലെങ്കിൽ സെയിൽസ് നടക്കാൻ ചില കണ്ടന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇവിടെ എന്തെല്ലാം കണ്ടന്റുകൾ ഉപയോഗിക്കാം? ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫറുകൾ നൽകുക. തുടക്കഘട്ടത്തിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫറുകൾ നൽകിയാൽ ചിലപ്പോൾ ഒരു കൺവേർഷൻ നടക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഹോട്ട് ഓഡിയൻസിന് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഓഫർ നൽകുന്നു. നമ്മളെ ഓൾറെഡി അറിയാവുന്നവർക്ക്, ഉദാഹരണത്തിന് നൈക്കിന്റെ ഒരു ആഡ് നമ്മൾ കാണുന്നു, അതിൽ ഒരു 50% ഓഫ് കാണുന്നു. നമ്മൾ തീർച്ചയായും താല്പര്യമുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യും. കാരണം നമുക്ക് നൈക്കിനെ കുറിച്ച് അറിയാം, പരിചയമുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു ബ്രാൻഡ്, അതായത് നമുക്ക് പരിചയമില്ലാത്ത ബ്രാൻഡിന്റെ പരസ്യം വരുന്നു, അതിലൊരു 50% ഓഫ് ആണെന്നും നമ്മൾ വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം നമുക്ക് ആ പ്രോഡക്റ്റിനെ ബ്രാൻഡിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഹോട്ട് ഓഡിയൻസിന് എക്സ്ക്ലൂസീവ് ഓഫറുകൾ നൽകിയാൽ കൺവേർഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ കോൾഡ് ഓഡിയൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫർ നൽകിയാൽ കൺവേർഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്, താരതമ്യേന കുറവാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഘട്ടത്തിൽ അർജൻസി ഉപയോഗിക്കാം. അതായത് സാധനത്തിന്റെ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ സാധനം ഇത്രാം തീയതി വരെ ഉള്ളൂ. സ്കേഴ്സിറ്റി, സാധനത്തിന്റെ എണ്ണം കുറവാണ്, സാധനം ഇത്രാം തീയതി വരെ തീരും. ഈ ടെക്നിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, ആമസോണിൽ ഉപയോഗിക്കാറുണ്ട്. ആമസോണിൽ ചില പ്രോഡക്റ്റുകൾ എണ്ണം കുറവാണ്, അവ ഇത്രാം തീയതി വരെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതൊരു സൈക്കോളജിക്കൽ മാർക്കറ്റിംഗ് ടിപ്പാണ്. ഇതുപയോഗിച്ച് പെട്ടെന്ന് ഒരു കസ്റ്റമർ കൺവേർഷനിലേക്ക് വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ട്രസ്റ്റ് സിഗ്നൽ, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാം, നമ്മളെ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരു ട്രസ്റ്റ് ഗ്യാപ്പ് നിലനിൽക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി നൽകിയാൽ, അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള പേയ്മെന്റ് ഓപ്ഷൻസ് നൽകിയാൽ ചിലപ്പോൾ അവിടെ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് നടക്കും. ഇതാണ് ഈ കാര്യങ്ങളാണ് ബോട്ടം ഓഫ് ദ ഫണലിൽ വരുന്നത്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, നമ്മളൊരു ഫണലിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം നമ്മൾ കോൾഡ് ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നു, പിന്നീട് നമ്മുടെ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് വാം ഓഡിയൻസ് ലഭിക്കുന്നു, അതിൽ കുറച്ച് പേര് പർച്ചേസ് ചെയ്യും, പിന്നീട് ഹോട്ട് ഓഡിയൻസ്, നമ്മുടെ റിയൽ ഓഡിയൻസ്, നമ്മുടെ റിയൽ കസ്റ്റമറിലേക്ക് എത്തുന്നു. ഇതിങ്ങനെ അരിച്ചരിച്ചിറങ്ങിയാണ് നമ്മൾ റിയൽ ഓഡിയൻസിലേക്ക് എത്തുന്നത്. കൃത്യമായി ഓരോ ഓഡിയൻസിനെയും, അതായത് കോൾഡ് ഓഡിയൻസ്, നമ്മളെ കുറിച്ച് അറിയാത്തവർ,
വാം ഓഡിയൻസ് നമ്മളെക്കുറിച്ച് കുറച്ചറിയാം, ഹോട്ട് ഓഡിയൻസ് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാം, നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ളവരായിരിക്കും. ഇവരെ എല്ലാം കൃത്യമായി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷൻസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് വെബിനാറിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യത്തെ സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. ആദ്യത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. ഡയറക്റ്റ് ടു ഓഫർ എന്നുള്ളതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി. ഡയറക്റ്റ് ടു ഓഫർ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതൊരു ലോ കലോറി കേക്കാണ്. അത് 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു ഡയറക്റ്റ് ഓഫറാണിത്. എപ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? വളരെ വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ് ടു ഓഫർ ഉപയോഗിക്കാം. 800 രൂപയിൽ താഴെയുള്ള പ്രോഡക്റ്റുകൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാം. അതുപോലെ നമ്മളൊരു ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാം. നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഒരു ഫ്രീ ട്രയൽ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇത്തരം ഓഫറുകൾ നൽകുമ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ് ടു ഓഫർ എന്നുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഇത് ഫണലുമായി ബന്ധമില്ല. നമ്മളിപ്പോൾ ഒരു കോൾഡ് ഓഡിയൻസിന് വേണമെങ്കിലും ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാം. കാര്യം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് ചീപ്പാണ്, അത് വില കുറവായതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഫ്രീ ആയതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് മാത്സ് മനസ്സിലാക്കാം. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രോഫിറ്റ് അനാലിസിസ് ചെയ്യുന്നത്, എത്രത്തോളം നമ്മൾ ആഡ് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാകുന്നതിന്റെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിന് 40 രൂപയാണ്, 8 എണ്ണം സെല് ചെയ്യണം എന്ന് വെച്ചു. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് 15 രൂപയാണ്. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നത് 25 രൂപയാണ്. അപ്പം ഒരാൾ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചിലവാക്കുന്നത് 0.60 പൈസയാണ്. അതിൽ 4% കൺവേർഷൻ റേറ്റ്. 100 പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ 4 പേര് മാത്രമേ കൺവേർട്ട് ആവുന്നുള്ളൂ. അപ്പോൾ 100 പേര് ക്ലിക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടത് 60 രൂപയാണ്. അപ്പോൾ അതിൽ ഒരു കൺവേർഷൻ നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസ 15 രൂപയാണ്. അപ്പോൾ 8 സെയിൽസ് നടക്കാൻ നമ്മൾ 120 രൂപ ചിലവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വരുന്ന റവന്യൂ എന്ന് പറയുന്നത് 8 സെയിൽ അടക്കുമ്പോൾ വരുന്ന റവന്യൂ 320 രൂപയാണ്. അതിൽ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് 120 രൂപ. നമ്മൾ മൊത്തം ചിലവാക്കി ആഡിന് സ്പെൻഡ് ചെയ്ത എമൗണ്ട് 120 രൂപയാണ്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് 80 രൂപയാണ്. ഇങ്ങനെ കൃത്യമായി കണക്കുകൾ വെച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ആഡുകൾ റൺ ചെയ്യേണ്ടത്. അതിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് ലഭിക്കും എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിന്റെ കോസ്റ്റ് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആഡുകൾ റൺ ചെയ്യാൻ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മണി, നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന അളവിലുള്ള പണം മാത്രമേ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റിന് തുടക്കഘട്ടത്തിൽ ഉപയോഗിക്കാവൂ. നമുക്ക് സെയിൽസ് വർദ്ധിക്കുന്നതനുസരിച്ച്, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ബജറ്റ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അടുത്തൊരു സ്ട്രാറ്റജിയാണ് ലീഡ് മാഗ്നറ്റ് ആൻഡ് വെബിനാർ സ്ട്രാറ്റജി. ഇതൊരു ലീഡ് മാഗ്നറ്റ് ആൻഡ് വെബിനാർ സ്ട്രാറ്റജിയുടെ ഉദാഹരണമാണ്. ഒരു ജിം ഓണർ ഫ്രീ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രെയിനിങ് സെഷൻ ഓഫർ ചെയ്യുന്നതാണ്. ഇത് ഫ്രീ ആണ്, അതുകൊണ്ട് ഇതിൽ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് 800 രൂപയിൽ കൂടുതലാണ്. അപ്പോൾ ആൾക്കാർക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും നമ്മുടെ ഒരു സർവീസിന്റെ ഭാഗം ഫ്രീ ആയിട്ട് നൽകി അവരെ നമ്മൾ ഓതന്റിസിറ്റി കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം എന്ന് അവരെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവർ പർച്ചേസ് ചെയ്യത്തുള്ളൂ. ഇതൊരു ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കുന്നതിനോ ഫ്രീ കോഴ്സ് എഡ്യൂക്കേഷൻ സെക്ടറിലുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യാം ഫ്രീ ആയിട്ട്. അതിനുശേഷം അവരുടെ മെയിൻ പ്രോഡക്റ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. അടുത്തതാണ് ഒമ്നി പ്രസന്റ് കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒമ്നി പ്രസന്റ് കണ്ടന്റ് സ്ട്രാറ്റജിക്ക് ഒരു ഉദാഹരണമാണിത്.
ഒമ്നി പ്രസന്റ് കണ്ടന്റ് സ്ട്രാറ്റജി എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ വില കൂടുതലാണ്, വളരെ കൂടുതലാണ്, 80,000 രൂപയ്ക്ക് മുകളിലാണ്, 1,00,000 രൂപയ്ക്ക് മുകളിലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ആഡുകൾ റൺ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രോഡക്റ്റിന്റെ വില കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ബജറ്റിൽ അഡ്വർടൈസ്മെന്റ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ലഭിക്കുള്ളൂ. നമ്മുടെ ആഡ്സിന്റെ എണ്ണം കൂട്ടണം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസും ടെസ്റ്റിമോണിയൽസും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ അത്തരത്തിലുള്ള കണ്ടന്റുകൾ റൺ ചെയ്യേണ്ടതുണ്ട്. ഓർഗാനിക് കണ്ടന്റുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്, റിവ്യൂസ് ഉപയോഗിക്കേണ്ടതുണ്ട്, ബ്ലോഗ് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, വീഡിയോ ആഡ് റൺ ചെയ്യേണ്ടതുണ്ട്. മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നമ്മുടെ ആഡുകൾ റൺ ചെയ്യേണ്ടതുണ്ട്, ഓർഗാനിക് കണ്ടന്റുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കോൾഡ് ഓഡിയൻസിനെ, നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരെ വാമപ്പ് ചെയ്ത് കൂടുതൽ പൈസ ഇവിടെ ചെലവാക്കേണ്ടതുണ്ട്. ഒമ്നി പ്രസന്റ് കണ്ടന്റ് ആണ്, അതായത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ കണ്ടന്റുകൾ ഉപയോഗിക്കുക. മാക്സിമം ബജറ്റിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ കോൾഡ് ഓഡിയൻസിനെ നമുക്ക് വാമപ്പ് ചെയ്ത് ഹോട്ട് ആക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നുള്ളതാണ്. കണ്ടന്റ് ക്രിയേഷന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം, ഡിസൈൻ ചെയ്യുന്നതിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ അനാലിസിസ് ചെയ്യുന്നതിനും റിസർച്ച് ചെയ്യുന്നതിനും കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യുന്നതിനുമെല്ലാം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം. നമുക്ക് ഐഡിയാസ് ലഭിക്കുന്നതിന് വേണ്ടി, റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി, എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്, കൂടുതൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വരുന്ന ചില ടൂളുകളാണ്. ഒന്ന് ChatGPT, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ 100 മില്യൺ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വരുന്ന ടൂളാണ് ChatGPT. അടുത്ത ഗൂഗിൾ ബാർഡ്. ChatGPT പോലെ തന്നെയുള്ളൊരു ഒരു ഒരു ചാറ്റ് ബോട്ടാണ്, ഒരു AI സപ്പോർട്ടുള്ള ചാറ്റ് ബോട്ടാണ് ഗൂഗിൾ ബാർഡ്. ഗൂഗിൾ ബാർഡ് എന്നറിയപ്പെടുന്നത് ജെമിനി എന്നാണ്. ജാസ്പർ, ബ്ലോഗ് റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ജാസ്പർ. അതുപോലെ തന്നെ SEO വെബ്സൈറ്റിന്റെ റാങ്കിങ് മെച്ചപ്പെടുത്താൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് SEOയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് SEO AI. അതുപോലെ തന്നെ ക്യു AI ഉപയോഗിക്കുന്നത് വിഷ്വൽസിന്, ഡിസൈനേഴ്സിനും ബ്രാൻഡ് മാനേജേഴ്സിനും മറ്റും ആണ് ക്യു AI ഉപയോഗിക്കുന്നത്. വെബ്, വേഡ്പ്രസ്സിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വളരെയധികം ഉപയോഗപ്രദമുള്ള ഒരു AI ആണ് വെബ്. ഇത്തരത്തിലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ ChatGPT ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട റിസൾട്ട്, നമ്മളതൊരു ചാറ്റ് ബോട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊരു പ്രോംപ്റ്റ്, നമ്മൾ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമാണ് അവർ നമുക്ക് ആൻസർ ലഭിക്കുന്നത്. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റിന്റെ ഒരു ഉദാഹരണമാണ്. ടു ഷോ മീ ദ മോസ്റ്റ് പോപ്പുലർ ഓപ്ഷൻസ് ഇൻ എറണാകുളം ഫോർ വാഷിംഗ് മെഷീൻ റിപ്പയർ. List them in a spreadsheet with their social media links, follower counts and their average Google review score. ഇത് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു പ്രോംപ്റ്റ് ആണ്. നമ്മൾ വാഷിംഗ് മെഷീൻ റിപ്പയർ സ്റ്റേഷൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് എറണാകുളത്താണ് ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ എത്രത്തോളം ഷോപ്പുകളുണ്ട്, അവരുടെ ഗൂഗിൾ റിവ്യൂസ് എത്രയാണ്, അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ എത്രയാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ ഇങ്ങനൊരു പ്രോംപ്റ്റ് ഉപയോഗിക്കാം. ഇതൊരു ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പ് നമുക്ക് മാർക്കറ്റിംഗിൽ ഉപയോഗിക്കാം. ഇനി ഒരു മാർക്കറ്റിംഗിൽ നമുക്ക് ഉപയോഗിക്കുന്ന ടിപ്പുകളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു സെക്ഷനാണ്. ഇതിൽ റോബർട്ട് ബി സിയാൽഡിനി എന്നൊരു സൈക്കോളജിസ്റ്റിനെ മനസ്സിലാക്കാം. അദ്ദേഹം വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയ ഒരു ബുക്കാണ് ഇൻഫ്ലുവൻസ്, ദ സൈക്കോളജി ഓഫ് പെർsuasion. അതിലൊരു 6 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നമുക്ക് മാർക്കറ്റിംഗിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. 6 പ്രിൻസിപ്പിൾസ് എന്താണെന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് റെസിപ്രോസിറ്റി. നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നു, ഫ്രീ ആയിട്ടൊരു സഹായം ചെയ്യുന്നു, അപ്പോൾ ആ ആൾ നമ്മളെ തിരിച്ചു സഹായിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. ഉദാഹരണത്തിന്, നമ്മളൊരു കല്യാണത്തിന് ഒരാളുടെ കല്യാണത്തിന് സഹായിച്ചു. അപ്പോൾ നമ്മുടെ കല്യാണം വരുമ്പോൾ അയാൾ തിരിച്ചു സഹായിക്കാറുണ്ട്. അത് നമ്മൾ നാട്ടിൽ നടക്കുന്ന ഒരു നാട്ടുനടപ്പാണ്. ഇത് റെസിപ്രോസിറ്റിക്ക് ഒരു ഉദാഹരണമാണ്.
അടുത്ത കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടോ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്. ഇതും ആൾക്കാരെ സ്വാധീനിക്കാറുണ്ട്. പിന്നെ സോഷ്യൽ പ്രൂഫ് നമ്മുടെ പ്രോഡക്റ്റ് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്, കൂടുതൽ റിവ്യൂസ് ഉണ്ട്, കൂടുതൽ ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഫിസിക്കൽ ഷോപ്പാണെങ്കിൽ, നമുക്കൊരു ഷോപ്പാണെങ്കിൽ കൂടുതൽ ആൾക്കാർ കയറുന്ന ഷോപ്പിലായിരിക്കും നമുക്ക് പർച്ചേസ് ചെയ്യാൻ കൂടുതൽ താല്പര്യം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഹോട്ടലുകളുണ്ട്. ഒരു ഹോട്ടലിൽ 10 ആൾക്കാർ ഇരുന്ന് ഊണ് കഴിക്കുന്നു, മറ്റേ ഹോട്ടലിൽ ആൾക്കാരില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ കയറുന്ന ഹോട്ടലിലേക്കായിരിക്കും കയറാൻ നമുക്ക് കൂടുതൽ താല്പര്യം. അതൊരു സോഷ്യൽ പ്രൂഫാണ്. ഈ സോഷ്യൽ പ്രൂഫ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉപയോഗിക്കാം. അത് റിവ്യൂസ് ആയിട്ടാണ് വരുന്നത്, ടെസ്റ്റിമോണിയൽസ് ആയിട്ടാണ് വരുന്നത്. ഗൂഗിൾ മൈ ബിസിനസ്സിൽ കാണുന്ന റിവ്യൂസ് പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അതോറിറ്റി ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ, വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ നമ്മുടെ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആൾക്കാർ വാങ്ങിക്കാനുള്ള താല്പര്യം കൂടും. കാരണം ഈ ഇൻഫ്ലുവൻസർക്ക് അതോറിറ്റി ഉണ്ട്, അയാൾ ഫേമസ് ആണ്, അയാളൊരു ഇത്ര ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും. അടുത്തൊരു പ്രിൻസിപ്പിളാണ് ലൈക്കിംഗ്. ആൾക്കാർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റിനെയും സർവീസിനെയും നമ്മുടെ ബ്രാൻഡിനെയും താല്പര്യം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ള, നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് വാങ്ങിക്കാനുള്ള അവരുടെ താല്പര്യം വർദ്ധിക്കും. അടുത്ത സ്കേഴ്സിറ്റി. ഇതൊരു സൈക്കോളജിക്കൽ ടിപ്പാണ്. അതായത് ഒരു പ്രോഡക്റ്റ്, ഉദാഹരണത്തിന് ഒരു സ്പെഷ്യൽ എഡിഷൻ മൊബൈൽ ഫോൺ, അതിൻ്റെ എണ്ണം 100 എണ്ണമേ ഉള്ളൂ. അത് ഇത്രാം തീയതി കഴിഞ്ഞാൽ അതിൻ്റെ കച്ചവടം കഴിഞ്ഞു എന്ന് കാണുമ്പോൾ അത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതലായിരിക്കും. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ആശങ്ക നമ്മുടെ ഉള്ളിലുണ്ടാവാം. ഇത് ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ്. ഇങ്ങനെ 6 പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. ഒന്ന് റെസിപ്രോസിറ്റി, കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി, സോഷ്യൽ പ്രൂഫ്, അതോറിറ്റി, ലൈക്കിംഗ്, സ്കേഴ്സിറ്റി. ഇത് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വെബിനാർ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ടു ഓൾ. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് സർവീസ് സ്കെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ നൽകിയ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.